നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പോട്ട് 4 അടയാളപ്പെടുത്തപ്പെട്ട നദിയിലെ മൺകൂനയിൽ ട്രക്കുണ്ടെന്ന് ഐബോർഡ് പരിശോധനാ റിപ്പോർട്ട്. ട്രക്ക് കരയിൽ നിന്നും 132 മീറ്റർ അകലെയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലോറി 3 മീറ്റർ താഴെയായാണ് ഉള്ളത്. ഇന്നലെ ഐബോർഡ് പരിശോധനാ സംഘം കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ട്രക്ക് 3 മീറ്റർ താഴ്ചയിലാണെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്പോട്ട് 4 തന്നെയാണ് ട്രക്കെന്ന് ചൂണ്ടിക്കാണിച്ച ഇന്ദ്രബാലൻ സ്പോട്ട് 2 ടാങ്കറിന്റെ ക്യാബിനാകാമെന്നും സൂചിപ്പിച്ചു. ഗംഗാവലി പുഴയുടെ അടിയിൽ ഒരു ലോറി ഉണ്ട് എന്നാണ് സ്ഥിരീകരണം. ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് നിഗമനം. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കളക്ടർ പറഞ്ഞു. ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാകാമെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം തിരച്ചിലിന് കുന്താപുരയിലെ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ ജില്ലാ ഭരണകൂടം എത്തിച്ചിട്ടുണ്ട്. കുന്താപുരയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഡൈവിംഗ് സംഘമാണ് സ്ഥലത്തെത്തിയത്. 8-അംഗ സംഘമാണ് ശിരൂരിലെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപെയാണ് സംഘത്തലവൻ. നിലവിൽ ഡൈവർമാർക്ക് ഗംഗാവലി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. മത്സ്യത്തൊഴിലാളികളെ ഇറക്കണോ എന്ന കാര്യം നാവികസേനയുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ തീരുമാനിക്കാനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഫ്ലോട്ടിംഗ് പ്രതലം ഘടിപ്പിക്കണമെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് ആളെത്തേണ്ടതുണ്ട്. തെരച്ചിൽ നിർത്തില്ലെന്നും ഇക്കാര്യം കളക്ടറോടും നേവിയോടും പറഞ്ഞിട്ടുണ്ടെന്നും MK രാഘവൻ MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് ബസ്സിൽ കൊണ്ടുവന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പുഴയിൽ ഇറങ്ങാനാണ് ശ്രമം. സാധ്യമായ എല്ലാ കാര്യങ്ങളും ശിരൂരിൽ ചെയ്യുന്നുണ്ട് എന്നും MP പറഞ്ഞു. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം രാജസ്ഥാനിൽ നിന്ന് എത്തിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി PK മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാവികസേനയുടെ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ സഹകരണത്തോടെ തിരച്ചിൽ തുടരും. സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് കൊണ്ടുപോകും. മറ്റ് നേവൽ ബേസിൽ വിദഗ്ധർ ഉണ്ടെങ്കിൽ എത്തിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു. ട്രക്കിന്റേതിന് സമാനമായ സിഗ്നലുകൾ ലഭിച്ചത് 4 ഇടങ്ങളിലാണെന്നാണ് പരിശോധനാ റിപ്പോർട്ട്. കരയിൽ നിന്ന് 165, 65, 132, 110 മീറ്റർ മാറി 4 കോൺടാക്ട് പോയിന്റുകളാണ് സംഘം കണ്ടെത്തിയത്. CP 1 മുതൽ 4 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോയിന്റുകളിൽ കരയിൽ നിന്ന് 132 മീറ്റർ ദൂരത്തിൽ CP 4 പോയിന്റിലാണ് ലോറിയുടെ ഏറ്റവും അടുത്ത സാമ്യമുള്ള കോൺടാക്ട് പോയിന്റ് എന്നാണ് പരിശോധനാ റിപ്പോർട്ട്. ഇതിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. പോയിന്റ് 4 കണ്ടെത്തിയ ലോറിക്ക് സമാനമായി സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ട്രക്ക് മണ്ണിനും കല്ലിനും ഇടയിൽ കിടക്കുന്ന സാഹചര്യമായിരിക്കാമെന്നാണ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിലെ റിപ്പോർട്ട്. ക്യാബിൻ തലകീഴായിട്ടായിരിക്കും നിൽക്കുന്നത്. പുഴയിലെ അടിയൊഴുക്കിൽ ക്യാബിന് സ്ഥാനചലനം ഉണ്ടായിരിക്കാം. CP 4 ലോറി കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലമാണെങ്കിലും മറ്റു 3 ഇടങ്ങളെയും സാധ്യത തള്ളാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ലോറിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡ്രോൺ പരിശോധനയിൽ ലോറി കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് വ്യക്തമായ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധനയെന്ന് ജില്ലാ കളക്ടർ K ലക്ഷ്മി പ്രിയ IAS പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.